ആലപ്പുഴയിൽ പാസ്റ്റർ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് കാമുകിയുടെ അക്കൗണ്ടിലേക്ക് തട്ടിയത് 1 കോടിയോളം രൂപ. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജോയിന്റ് അക്കൗണ്ടിൽ നിന്നുമാണ് ഭർത്താവ് കാമുകിയുടെ അക്കൗണ്ടിലേക്ക് 1.25 കോടി രൂപയോളം ട്രാൻസ്ഫർ ചെയ്തത്. അമേരിക്കയിൽ നേഴ്സായ ഭാര്യയുടെ പരാതിയിന്മേൽ ഭർത്താവും കാമുകിയും അറസ്റ്റിലായി. കോഴിക്കോട് കോടാഞ്ചേരി സ്വദേശിയായ 52-കാരനായ സിജുവും കായംകുളം സ്വദേശി 30-കാരിയായ പ്രിയങ്കയുമാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അമേരിക്കയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന തൃശ്ശൂർ സ്വദേശി ബ്ലെസി എന്ന സ്ത്രീ കഴിഞ്ഞ ഫെബ്രുവരി മാസം അവസാനം കായംകുളം പോലീസ് സ്റ്റേഷനിലെത്തി. അവരുടെ ജോയിൻ്റ് അക്കൗണ്ടിലുണ്ടായിരുന്ന ഭർത്താവിൻ്റെയും ഈ ബ്ലെസിയുടെയും ജോയിൻ്റ് അക്കൗണ്ടിലുണ്ടായിരുന്ന 1,20,00,000 രൂപ സ്ത്രീ അറിയാതെ, അതായത് ഭാര്യ അറിയാതെ ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മാറ്റം ചെയ്ത് ആ 1,20,00,000 രൂപയും ഭർത്താവിൻ്റെ കാമുകിയുമായിട്ട് ചേർന്നിട്ട് ദുരുപയോഗം ചെയ്തതിലേക്ക് സ്റ്റേഷനിൽ ഒരു പരാതി തരികയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ഈ സ്ത്രീയുടെ അക്കൗണ്ടിൽ നിന്നും ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്കും തുടർന്ന് ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഭർത്താവിൻ്റെ കാമുകിയായിട്ടുള്ള കായംകുളം ഗോവിന്ദമുട്ടത്ത് താമസിക്കുന്ന പ്രിയങ്ക എന്ന സ്ത്രീയുടെ അക്കൗണ്ടിലേക്കും 72 ലക്ഷം രൂപയോളം ട്രാൻസ്ഫർ ചെയ്തതായിട്ട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ വെളിവായിരുന്നു. അന്വേഷണവേളയിൽ ഈ പ്രതികളായിട്ട് പറഞ്ഞിരുന്ന സിജു എന്നയാളും പ്രിയങ്കയും സ്ഥലത്തില്ലാതിരിക്കുകയും അവരെപ്പറ്റി അന്വേഷിച്ചാൽ അവർ വിദേശത്ത് നേപ്പാളിൽ ഒരു പാസ്റ്ററായിട്ട് ജോലി ചെയ്യുകയും സുവിശേഷ വേല ചെയ്തു വരികയാണെന്നും വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഇവർക്ക് ലുക്കൗട്ട് സർക്കുലർ കൊടുത്തിരുന്നു. കഴിഞ്ഞ 16-ാം തീയതി അവർ കാഠ്മണ്ഡുവിൽ നിന്ന്, നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നതായിട്ട് വിവരം ലഭിക്കുകയും അവിടുത്തെ ഇമിഗ്രേഷൻ വിഭാഗം അവരെ പോലീസിന് കൈമാറുകയും ചെയ്തു. തുടർന്ന് സ്റ്റേഷനിലെ SI നിയാസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഡൽഹിയിലെത്തി അവരെ ഏറ്റെടുക്കുകയും തുടർന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ആ സ്ത്രീയുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ ഭർത്താവിൻ്റെ കാമുകിയും ചേർന്ന് ദുരുപയോഗം ചെയ്തതായിട്ട് അന്വേഷണത്തിന് വെളിവായിട്ടുള്ളതാണ്. ആ പൈസ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇവരെ കസ്റ്റഡി വാങ്ങിക്കുകയും തുടരന്വേഷണം നടത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. സിജു പാസ്റ്ററാണ്. ഇവരുടെ ഫേസ്ബുക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗമായിരുന്നു പ്രിയങ്ക. ഇതുവഴിയാണ് ഇവർ പരിചയപ്പെടുന്നത്. സിജുവും അമേരിക്കയിൽ നേഴ്സായ ഭാര്യയുടെയും പേരിൽ ബാങ്ക് ഓഫ് അമേരിക്കയിലും ക്യാപിറ്റൽ ഫണ്ടിലുമുള്ള ജോയിന്റ് അക്കൗണ്ടിൽ 1,25,00,000 രൂപയാണ് ഭർത്താവും കാമുകിയും ചേർന്ന് 1 വർഷം കൊണ്ട് തട്ടിയെടുത്തത്. പണം അപഹരിച്ചതിന് ശേഷം ഇരുവരും നാടുവിടുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ നേപ്പാളിൽ സിജു ജോലി ചെയ്യുകയാണെന്ന് കണ്ടെത്തി. ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനായി ലുക്കൗട്ട് നോട്ടീസ് നൽകി. കഴിഞ്ഞ 16-ാം തീയതി സിജുവും പ്രിയങ്കയും കാഠ്മണ്ഡുവിൽ ഡൽഹി എയർപോർട്ടിൽ എത്തിച്ചേരുകയും അവിടുത്തെ ഇമിഗ്രേഷൻ വിഭാഗം ഇരുവരെയും പോലീസിന് കൈമാറുകയും ചെയ്തു. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. Where entertainment means information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.